മക്കളെ ഗുഡ് ആഫ്റ്റർനൂൺ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ചാപ്റ്ററിൻ്റെ 16ാമത്തെ ക്ലാസ് പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു സിംപ്ലിഫൈ എന്നതിൻ്റെ 4 പ്രോബ്ലം ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണ്. ആ സിംപ്ലിഫൈ ചെയ്ത 4എണ്ണത്തിൽ ഇൻവേഴ്സ് പുറത്ത് വന്നതിന് ശേഷം ഉള്ളിലുണ്ടായിരുന്നത് ട്രിഗണോമെട്രി ആയിരുന്നു. എന്നാൽ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി പുറത്തുണ്ട്, പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളിൽ വരുന്നത് ട്രിഗണോമെട്രി അല്ല, ഉള്ളിൽ വരുന്നത് വേറെ ചില എക്സ്പ്രഷൻസ് ആണ്. ആ എക്സ്പ്രഷനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യൽ എങ്ങനെയാന്ന് നോക്കാം. അത് ഞാൻ ക്വസ്റ്റ്യൻ പറയാം. Simplify the first one. Cot inverse of 1 divided by root and ഉള്ളില് x square minus 1. x square minus 1. Second, tan inverse is same expression, 1 divided by root of x square minus 1. Third one, tan inverse root 1 plus x square, അതിനൊരു minus 1 all divided by x. Then നാലാമത്തെ cot inverse root 1 plus x square minus x. Fifth one, tan inverse x divided by root of 1 minus x square. And the last one, tan inverse x divided by root of a square minus x square. അപ്പം ലാസ്റ്റ് ചെയ്ത 4എണ്ണത്തിലെ സിംപ്ലിഫിക്കേഷനും ഇപ്പോൾ എഴുതിയ ഈ 6 തമ്മിലുള്ള വ്യത്യാസം, അവിടെ നമുക്ക് ഇൻവേഴ്സിനകത്ത് പിന്നെ ട്രിഗണോമെട്രി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ആ ബ്രാക്കറ്റിലൊന്നും ട്രിഗണോമെട്രി അല്ല, അവിടെ വേറെ ചില എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈഡ് ആവണമെങ്കിൽ നിങ്ങൾ അവിടെ നോക്കി പ്രോപ്പറായ ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ, നല്ലോണം ശ്രദ്ധിച്ചോട്ടോ. സൊല്യൂഷൻസിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് വണ്ണ് cot inverse 1 divided by square root of x square minus 1. നമ്മളെ എയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ 4 പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു, ഏത് ഇൻവേഴ്സ് ആണോ പുറത്ത് നിൽക്കുന്നത് ആ ഇൻവേഴ്സിൻ്റെ കറസ്പോണ്ടിങ് ട്രിഗണോമെട്രി ആ ബ്രാക്കറ്റിൽ വരണം. അപ്പോൾ ആരാടാ അവിടെ പുറത്തുള്ള ഇൻവേഴ്സ്? cot inverse. ഓക്കെ, അപ്പോൾ ഉള്ളിൽ നമ്മൾ ആരെ വരുത്തണം? കോട്ടിനെ വരുത്തണം. അപ്പോൾ ആ ബ്രാക്കറ്റിലുള്ള സാധനം കോട്ട് ഓഫ് സംതിങ് ആവാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സിന് കൊടുക്കണം എന്ന് നല്ലോണം ആലോചിക്കുക. അതിന് ഐഡൻറ്റിറ്റീസ് നല്ലോണം തുറവുണ്ടെങ്കിലേ അത് വരുള്ളൂ. ട്രിഗണോമെട്രി ഫസ്റ്റ് ഇയറിലെ എന്തപ്പോൾ ഉള്ളത് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. നമുക്കത് കോട്ട് തീറ്റ എന്നായി കിട്ടില്ലേ വേണ്ടിയത്? 1 ബൈ സംതിങ് അല്ലേ ആ ബ്രാക്കറ്റുള്ളത്? 1 ഡിവൈഡഡ് ബൈ സംതിങ് അല്ലേ? അപ്പോൾ 1 ബൈ സംതിങ് കോട്ടാവണമെങ്കിൽ ആ സംതിങ് ടാൻ ആയാൽ പോരെ. എന്താണ് ആ സംതിങ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. സി സ്ക്വയർ തീറ്റ മൈനസ് 1 ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റയാണ്. സി സ്ക്വയർ തീറ്റ മൈനസ് 1 ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ എക്സിന് സീക് തീറ്റ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്കിവിടെ രക്ഷപ്പെടാൻ പറ്റും. അങ്ങോട്ട് ശ്രദ്ധിച്ചോ, എക്സിന് സീക് തീറ്റ കൊടുക്കുമ്പോൾ ഇത് കോട്ട് ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്താവും? എക്സ് സീക് തീറ്റ എന്ന് കൊടുത്താൽ എക്സ് സ്ക്വയർ സി സ്ക്വയർ തീറ്റ ആവും. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ, കോട്ട് ഇൻവേഴ്സ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ തീറ്റ മൈനസ് 1. ആരാണ് പറഞ്ഞത്? സി സ്ക്വയർ തീറ്റ മൈനസ് 1 ടാൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇത് ടാൻ സ്ക്വയർ തീറ്റ ആയി. ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സിൽ 1 ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ തീറ്റ റൂട്ട് എടുത്താൽ എന്താവും? സ്ക്വയർ അങ്ങോട്ട് പോവും, ടാൻ തീറ്റ ആവും. ക്ലിയർ അല്ലേ? കോട്ട് ഇൻവേഴ്സ് 1 ബൈ ടാൻ തീറ്റ. എന്താ 1 ബൈ ടാൻ തീറ്റടാ?
1 ബൈ ടാൻ തീറ്റ എന്താ പറയ്? കോട്ട് തീറ്റ. യെസ്, ഗുഡ്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ എന്തായി? തീറ്റ എന്നായി. ഈ തീറ്റ നമ്മളിട്ടൊരു പേരല്ലേ, ആ പേരിനെ നമുക്കൊന്ന് മാറ്റി പഴയ പേരിലേക്ക് തന്നെ കൊണ്ടുവരാം. എന്താണ് നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ? നോക്കുക, എക്സ് ഈക്വൽ ടു സീക്ക് തീറ്റയാണ്. അപ്പോൾ തീറ്റ ആരാ? തീറ്റ ആരാ? സീക്ക് ഇൻവേഴ്സ് എക്സ്. അത്രയാണ് ഇതിൻ്റെ സിംപ്ലിഫൈഡ് ആൻസർ. അത്ര വെക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നല്ലോണം റെഫർ ചെയ്യുക. അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ ഇനിയും മനസ്സിലാവും കാര്യങ്ങൾ. ഓക്കെ, ഞാൻ സെക്കൻഡിലേക്ക് പോവാണേ. സെക്കൻഡ് ടാൻ ഇൻവേഴ്സിലാണ്. നേരത്തെ കോട്ട് ഇൻവേഴ്സ് വന്നത് അതേ സാധനം ടാൻ ഇൻവേഴ്സ് വന്നു. അവിടെയും നമ്മൾ ബ്രാക്കറ്റിൽ ട്രിഗണോമെട്രി അല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ പ്രോപ്പറായിട്ട് ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സിന് കൊടുക്കണം. നമ്മൾ എയിം എന്താ? പുറത്തുള്ള ടാൻ ഇൻവേഴ്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻ ഉള്ളിൽ വരണം. 1 ബൈ സംതിങ് അല്ലേ ആ കിടക്കുന്നത്? 1 ബൈ സംതിങ് ടാൻ ആവണേ, ആ സംതിങ് കോട്ടാവണ്ട മക്കളെ. യെസ്. അപ്പോൾ ആ ഡിനോമിനേറ്ററിൽ കോട്ട് വരണം. എന്താ അവിടെ ഉള്ളത്? റൂട്ടിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ മൈനസ് 1, കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1, കോട്ട് സ്ക്വയർ തീറ്റ എന്നാണ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചത്. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഇസ് ഈക്വൽ ടു കോട്ട് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇവിടെ സീക്കിനെക്കാട്ടിലും കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈക്വൽ ടു കൊസീക് തീറ്റ. അപ്പോൾ ഇതിലേക്ക് തിരിച്ചു വന്നാൽ ടാൻ ഇൻവേഴ്സിൽ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1, കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1. That is equal to tan inverse 1 divided by root of cosec square theta minus 1 ന്റെ പേരാണ് ട്രിഗണോമെട്രിയിൽ cot square theta. That is equal to tan inverse 1 divided by cot square theta റൂട്ട് എടുക്കുമ്പോൾ cot theta ആവും. That is equal to tan inverse എന്താ 1 by cot theta, 1 by cot theta ആണ് tan theta. അപ്പോൾ that is equal to tan inverse tan theta എന്തായി? തീറ്റ. ഇനി ആ തീറ്റനെ എക്സിലേക്ക് തന്നെ മാറ്റ്. നമ്മളുടെ പേരെന്താ? എക്സ് ഈക്വൽ ടു കൊസീക് തീറ്റ. അപ്പോൾ തീറ്റ ആരാ? കൊസീക് ഇൻവേഴ്സ് എക്സ്. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ സിംപ്ലിഫൈഡ് ആൻസർ. അപ്പോൾ നോക്കിയിട്ട് ട്രിഗണോമെട്രിയുടെ സപ്പോർട്ടും കൂടി നോക്കിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ ഡിസൈഡ് ചെയ്യാൻ. ഓക്കെ, മൂന്നാമത്തത് ടാൻ ഇൻവേഴ്സിലാണ്. റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു 1 പ്ലസ് എക്സ് സ്ക്വയർ, അതിൽ നിന്നൊരു -1, ദാറ്റ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് ആണ്. എയിം നേരത്തെ പറഞ്ഞ തന്നെയാണ്. എന്താണ്? ആ ബ്രാക്കറ്റ് ടാൻ ഓഫ് സംതിങ് ആവണം. അപ്പോൾ അവിടെ റൂട്ടുണ്ട്, റൂട്ടില്ലാത്തൊരു -1 പുറത്ത് കിടക്കുന്നുണ്ട്, ഡിവൈഡ് ബൈ എക്സും ഉണ്ട്. റൂട്ടിനുള്ളിൽ ആരാ ഉള്ളത്? 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ആ റൂട്ട് ഫ്രീ ആവണമെങ്കിൽ ആ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരണം. 1 പ്ലസ് എക്സ് സ്ക്വയർ, 1 പ്ലസ് സ്ക്വയർ ചെയ്യുമ്പം പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന രണ്ടാളുണ്ട് ട്രിഗണോമെട്രിയിൽ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ പെർഫെക്റ്റ് സ്ക്വയർ ആണ് സി സ്ക്വയർ തീറ്റ. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ പെർഫെക്റ്റ് സ്ക്വയർ ആണ് കൊസീക് സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് എക്സിന് ടാൻ തീറ്റ കൊടുത്തു പോകാം, എക്സിന് കോട്ട് തീറ്റ കൊടുത്തും പോകാം. ഇവിടേക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും സ്റ്റെപ്പ് കുറയുക, എക്സിന് ടാൻ തീറ്റ. കോട്ട് കൊടുത്ത് പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഒരു സ്റ്റെപ്പൊക്കെ അധികം ഉണ്ടാവും. ഇത് ടാൻ തീറ്റയാണ് ഏറ്റവും നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ റൂട്ടിൻ്റെ ഉള്ളിൽ 1 പ്ലസ് പറയടാ 1 പ്ലസ് എക്സ് സ്ക്വയർ ആരാ? ടാൻ സ്ക്വയർ തീറ്റ. അതിന് -1 ഓൾ ഡിവൈഡഡ് ബൈ എക്സ് തായില്ലേ, അത് ടാൻ തീറ്റ. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. ശ്രദ്ധിക്ക്, ആ റൂട്ടിനുള്ളിൽ എന്താ ഉള്ളത്? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആരാന്നാണ് പറഞ്ഞത്? സി സ്ക്വയർ തീറ്റ. അത് റൂട്ടിനുള്ളിൽ -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി അടുത്ത സ്റ്റെപ്പിൽ സി സ്ക്വയർ തീറ്റൻ്റെ റൂട്ട് എടുക്കുമ്പം സീക്ക് തീറ്റ ആവും. അപ്പോൾ അത് ഞാൻ അടുത്തതിലേക്ക് എഴുതാം. ടാൻ ഇൻവേഴ്സിൽ റൂട്ട് ഓഫ് സി സ്ക്വയർ തീറ്റ എന്താവും? സീക്ക് തീറ്റ എന്നാവും. അതിന് -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ഇതുകൊണ്ട് ആയില്ല, ഇനി മുന്നോട്ട് പോകണം. അടുത്ത സ്റ്റെപ്പ് നോക്കിപ്പോൾ ടാൻ ഇൻവേഴ്സിൽ സീക്ക് തീറ്റനെ നമുക്ക് 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. അതിന് -1 ഡിവൈഡഡ് ബൈ
ടാൻ തീറ്റനെ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സിൽ ഈ കോസ് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ 1 മൈനസ് കോസ് തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ഇനി ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ തിരിച്ചിടുമ്പോൾ ഇൻറ്റു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? ന്യൂമറേറ്ററിൽ 1 ബൈ കോസ് തീറ്റ മൈനസ് 1 കോസ് തീറ്റ 1 ക്രോസ് ചെയ്ത് 1 മൈനസ് കോസ് തീറ്റ ഓൾ ഡിവൈഡ് ബൈ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആവും. അപ്പം ഉണ്ടാവുന്ന ഒരു ചെറിയ സൗകര്യം, ഈ കോസ് തീറ്റ എങ്ങനെ ക്യാൻസൽ ആവും. എന്താ ബാക്കിയുള്ളത് നോക്കിയേ? ടാൻ ഇൻവേഴ്സിൽ എന്താ ബാക്കിയുള്ളത്? 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സിൽ റിമെയിൻ ചെയ്യുന്നത് 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. ഇനിയും പോകാൻ വഴിയുണ്ടല്ലോ. ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ. 1 മൈനസ് കോസ് തീറ്റ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ സെറ്റിൽ പറഞ്ഞിരുന്നു. 1 മൈനസ് കോസ് തീറ്റനെ ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. സൈൻ തീറ്റയ്ക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2. ഓക്കെ, ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആ ബ്രാക്കറ്റിലേക്ക് ഒന്ന് നോക്കുക. ഒരു 2 കോമൺ ഫാക്ടർ ഇല്ലേ? സൈൻ സ്ക്വയറിൽ ഒരു സൈനും ഈ ഒരു സൈനും ക്യാൻസൽ ആയില്ലേ? ഇനി എന്താ ബാക്കിയുള്ളത് മക്കളെ? ടാൻ ഇൻവേഴ്സിൽ സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 ടാൻ തീറ്റ ബൈ 2. അപ്പോൾ അത് എവിടേക്ക് ചുരുങ്ങി? ടാൻ ഇൻവേഴ്സ് ടാൻ പോയപ്പോൾ തീറ്റ ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു തീറ്റ എന്ന് എഴുതാം. തീറ്റ ബൈ 2നെ ഇനി ആ തീറ്റ നമ്മൾ തിരിച്ചു വിളിക്കണം. എന്തായിരുന്നു നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ? നമ്മൾ കൊടുത്തിരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എക്സിന് ടാൻ തീറ്റ എന്നായിരുന്നു കൊടുത്തത്. എക്സ് ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ആരാ? എക്സിക്കുള്ള ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ ഹാഫിൻ്റെ കൂടെ ഇൻറ്റു ആയിട്ട് ടാൻ ഇൻവേഴ്സ് എക്സ്, ഹാഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. അത്രയാണ് അതിൻ്റെ സിംപ്ലിഫൈഡ് ആൻസർ. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. കോട്ട് ഇൻവേഴ്സിലാണ്. കോട്ട് ഇൻവേഴ്സിൽ √1 പ്ലസ് എക്സ് സ്ക്വയർ അതിന് മൈനസ് എക്സ്. ഇവിടെ നമ്മളെ ഉദ്ദേശം കോട്ട് ഇൻവേഴ്സ് വന്ന സ്ഥിതിക്ക് ആ ബ്രാക്കറ്റിനെ കോട്ടാക്കി മാറ്റണം. റൂട്ടിനുള്ളിൽ 1 പ്ലസ് എക്സ് സ്ക്വയർ ഒരു മൈനസ് എക്സ് ഉണ്ട്. ഇവിടേക്ക് 2 സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ്. എക്സിന് ടാൻ തീറ്റ കൊടുക്കാം, എക്സിന് കോട്ട് തീറ്റയും കൊടുക്കാം. ഇവിടേക്ക് ഏറ്റവും ബെസ്റ്റ് കോട്ട് തീറ്റയാണ്. നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ടാൻ കൊടുത്തും ചെയ്യാം, പക്ഷേ ഏറ്റവും സ്റ്റെപ്പ് കുറേ കോട്ട് തീറ്റ കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഇത് എക്സ് സ്ക്വയറിന് പകരം എക്സിന് കോട്ട് തീറ്റ ഇട്ട സ്ഥിതിക്ക് എക്സ് സ്ക്വയർ കോട്ട് സ്ക്വയർ തീറ്റ ആവും, മൈനസ് എക്സിൻ്റെ അവിടെ കോട്ട് തീറ്റ ആവും. അടുത്ത സ്റ്റെപ്പിൽ കോട്ട് ഇൻവേഴ്സിൽ റൂട്ടിൻ്റെ ഉള്ളിൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ കൊസി സ്ക്വയർ തീറ്റ കേട്ടോ. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ കൊസി സ്ക്വയർ തീറ്റ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആണെങ്കിൽ സി സ്ക്വയർ തീറ്റ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ കോട്ട് ഇൻവേഴ്സിൽ കൊസി സ്ക്വയർ തീറ്റൻ്റെ റൂട്ട് എടുക്കുമ്പം കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ. ഇനി മുന്നോട്ട് പോയേ പറ്റൂ. കോട്ട് ഇൻവേഴ്സിൽ കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് ഈ കൊസീക് തീറ്റനെ 1 ബൈ സൈൻ തീറ്റ എന്ന് എഴുതും, ഈ കോട്ട് തീറ്റനെ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് എഴുതും. അപ്പോൾ കോട്ട് ഇൻവേഴ്സിൽ കൊസീക് തീറ്റനെ 1 ബൈ സൈൻ തീറ്റ മൈനസ് കോട്ട് തീറ്റനെ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ സൈൻ തീറ്റനെ കോമൺ ഡിനോമിനേറ്റർ വെച്ചാൽ സൈൻ തീറ്റ മുകളിൽ 1 മൈനസ് കോസ് തീറ്റ ഓൾ ഡിവൈഡ് ബൈ സൈൻ തീറ്റ. അപ്പോൾ ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സിൽ 1 മൈനസ് കോസ് തീറ്റൻ്റെ നേരത്തെ പറഞ്ഞ ഐഡൻറ്റിറ്റി 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. സൈൻ തീറ്റനെ 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2. അപ്പോൾ കോമൺ ഫാക്ടർ കുറച്ചൊക്കെ കട്ട് ചെയ്യാം. ഒരു 2 ഇതാ കോമൺ ആയിട്ട് പോയി. സൈൻ സ്ക്വയറിൽ ഒരു സൈനും ഈ സൈനും പോയി. ഇനി എന്താ ബാക്കിയുള്ളത്? കോട്ട് ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ സൈൻ തീറ്റ ബൈ 2 മേലെയും കോസ് തീറ്റ ബൈ 2 താഴെ. സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 ടാൻ തീറ്റ ബൈ 2 അല്ലടാ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ കോട്ട് ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ ടാൻ തീറ്റ ബൈ 2 വരും. ദാറ്റ്സ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സിനകത്ത് ടാൻ തീറ്റ ബൈ 2. പോരല്ലോ എന്താണ്? കോട്ട് ഇൻവേഴ്സ് പോയി കിട്ടണമെങ്കിൽ കോട്ട് വരണ്ടേ? അതിനൊക്കെ ചികിത്സ ഉണ്ട്, വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ നമ്മള്.
അപ്പോൾ ഇതാ ഈ ടാനിനെ നമുക്ക് കോട്ടാക്കാം. കോംപ്ലിമെൻ്ററി ആംഗിൾ ഇട്ടാൽ മതി. കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ ഉള്ള ആംഗിൾ π/2 എന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ θ/2ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ π/2 മൈനസ് θ/2. അപ്പോൾ ടാൻ θ/2 തന്നെയാണ് കോട്ട് π/2 മൈനസ് θ/2. അതോടുകൂടി ഇതാ മക്കളെ കോട്ട് ഇൻവേഴ്സും കോട്ടും കിടക്കുന്നുണ്ട്, അത് ക്യാൻസലായി പോവും. അപ്പോൾ എന്താണ് സിംപ്ലിഫൈഡ് ആൻസർ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു π/2 മൈനസ് θ/2. That is equal to π/2 minus half theta. That is equal to π/2 minus, ഇനി തീറ്റനെ തിരിച്ചു വിളിക്ക്. നമ്മളുടെ പേരെന്തായിരുന്നു? നമ്മളുടെ പേര് എക്സിന് കോട്ട് തീറ്റ എന്നാ പേരിട്ടിരുന്നത്. മുകളിൽ നോക്കിയാൽ കാണാതെ. എക്സ് കോട്ട് തീറ്റ ആണെങ്കിൽ തീറ്റ ആരാ? തീറ്റ കോട്ട് ഇൻവേഴ്സ് എക്സാ. അപ്പോൾ ഹാഫിൻ്റെ കൂടെ ഈ തീറ്റ എന്താവും? ഈ തീറ്റയ്ക്ക് പകരം cot inverse x. അപ്പോൾ π/2 മൈനസ് ഹാഫ് cot inverse x. അതാണ് അതിൻ്റെ സിംപ്ലിഫൈഡ് ആൻസർ. ദെൻ വി ആർ ഗോയിങ് ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വേഗം ശ്രദ്ധിച്ചോ. സിംപ്ലിഫൈൻ്റെ സാധനം ഇതാണ്. ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പറയണം കേട്ടോ. ടാൻ ഇൻവേഴ്സിൽ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ടാൻ ഇൻവേഴ്സിൽ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. നമ്മളെ ഉദ്ദേശം ഞാൻ പറയാം, ആ ബ്രാക്കറ്റ് ടാനായി മാറണം, ടാൻ ഓഫ് സംതിങ് ആവണം. അതിന് പറ്റിയ എക്സിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആലോചിച്ചിട്ട് പറയും. എക്സ് ഈക്വൽ ടു കിട്ടിയ ടാൻ തീറ്റ ആവണം ആ ബ്രാക്കറ്റ്. ടാൻ തീറ്റ ആവണമെങ്കിൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നായാൽ പോരെ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നാവാൻ എക്സിന് എന്ത് കൊടുക്കണം? യെസ്, ആരോ പറഞ്ഞല്ലോ. എന്താണ്? യെസ്, വെരി ഗുഡ്. സൈൻ തീറ്റ. അതെന്താ സൈൻ തീറ്റ കൊടുത്താലുള്ള ഗുണം? സൈൻ തീറ്റ കൊടുത്താൽ ഈ ടാൻ ഇൻവേഴ്സിൻ്റെ ബ്രാക്കറ്റിൽ എക്സിൻ്റെ അവിടെ സൈൻ തീറ്റ വന്നു. അപ്പോൾ റൂട്ടിനകത്ത് 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് സൈൻ സ്ക്വയർ തീറ്റ വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സിൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ, നിങ്ങൾക്കറിയാം എന്തറിയാം? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം കോസ് സ്ക്വയർ തീറ്റ ആവും. അപ്പോൾ അത് റൂട്ട് എടുക്കുമ്പം കോസ് സ്ക്വയർ തീറ്റൻ്റെ റൂട്ട് കോസ് തീറ്റ ആവില്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അത് ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സിൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ടാൻ ഇൻവേഴ്സിൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. അപ്പോൾ അത് ടാൻ ഇൻവേഴ്സിൽ ടാൻ തീറ്റ എന്നായി. കണ്ടോ? നമ്മുടെ ഉദ്ദേശം ശരിയായല്ലോ. അപ്പോൾ ആൻസർ തീറ്റ. ഇനി ആരാ തീറ്റ? നമ്മളുടെ പേരെന്തായിരുന്നു ഇവിടെ? മറന്നുപോയോ? എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ ആരാ? സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഈ തീറ്റക്ക് വരെ എന്ത് എഴുതിയാൽ മതി? ലാസ്റ്റ് ആൻസർ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് അതിൻ്റെ സിംപ്ലിഫൈഡ് ആൻസർ. ഒറ്റ പ്രോബ്ലം കൂടി നമുക്കിതിൽ കൊള്ളിക്കണം. അപ്പോൾ അടുത്തതിലേക്ക് ഞാൻ പോവാണ്. ആറാമത്തെ പ്രോബ്ലം. ചെറിയൊരു വ്യത്യാസം, ഇതിൻ്റെ ചെറിയൊരു വ്യത്യാസമാണുള്ളത്, ശ്രദ്ധിച്ചു. ടാൻ ഇൻവേഴ്സിൽ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എന്താ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ വ്യത്യാസം? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 1 വന്ന സ്ഥലത്ത് ഇവിടെ എ സ്ക്വയർ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സിന് സൈൻ തീറ്റ കൊടുത്തു. അത് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ എക്സിന് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എ ഇൻറ്റു സൈൻ തീറ്റ. എന്നാൽ ശ്രദ്ധിക്കണേ, എ സൈൻ തീറ്റ, എ ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് സൗകര്യം കിട്ടാൻ പോകുന്നത് നോക്കാം. എക്സിന് പകരം എ ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്താവും? എ സൈൻ തീറ്റൻ്റെ സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ അവിടെ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ടിനുള്ളിൽ നോക്ക്, രണ്ടിലും എ സ്ക്വയർ കോമൺ അല്ലേ? അപ്പോൾ എ സ്ക്വയർ ഇങ്ങോട്ട് പുറത്തെടുത്ത് എഴുതിയാൽ ബ്രാക്കറ്റിൽ എന്തുണ്ടാവും? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ അല്ലേ? അപ്പോൾ ആ ബ്രാക്കറ്റിൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അവിടെ കോസ് സ്ക്വയർ തീറ്റ എഴുതാൻ പോവാം. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സിൽ മേലെ എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ടിൻ്റെ ഉള്ളിൽ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നാവും.
എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റൻ്റെ അവിടെ കോസ് സ്ക്വയർ തീറ്റ. അപ്പം നമുക്ക് റൂട്ട് എടുക്കാൻ പാകം വന്നണല്ലോ. എങ്ങനെ പാകമായത്? മേലൊന്നും ചെയ്യേണ്ട, എ സൈൻ തീറ്റ അവിടെ വെച്ചു. എ സ്ക്വയർ റൂട്ട് എ ആവും, കോസ് സ്ക്വയർ തീറ്റൻ്റെ റൂട്ട് കോസ് തീറ്റ ആവും. കണ്ട, അതാണ് റൂട്ട് എടുക്കാൻ പാകമായി ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കുക, ആ ബ്രാക്കറ്റിൻ്റെ മേലെ എന്തായി? എ കോമൺ അല്ലേ? എൻ്റെ ശല്യം കഴിഞ്ഞല്ലോ. ഇനി എന്താ ബാക്കിയുള്ളത്? ടാൻ ഇൻവേഴ്സിൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, മൂപ്പരെ പേരാണ് ടാൻ തീറ്റ. അപ്പോൾ ഇയാളുടെ ലാസ്റ്റ് ആൻസർ തീറ്റ. ഇനി ആ തീറ്റനെ തിരിച്ചു വിളിക്കണം. നമ്മളുടെ പേരെന്തായിരുന്നു? നമ്മളുടെ പേര് എക്സിന് എ സൈൻ തീറ്റ എന്നാ പേരിട്ട്, നല്ല ശ്രദ്ധിക്കട്ടോ, എ സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റൻ്റെ പേരെന്താ? സൈൻ തീറ്റൻ്റെ പേര് എക്സ് ബൈ എ. അങ്ങനെയാണെങ്കിൽ തീറ്റൻ്റെ പേരെന്താ? തീറ്റൻ്റെ പേര് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അതാണ് ലാസ്റ്റ് ആൻസർ. സോ സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കിട്ടിയത്. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ശ്രദ്ധിക്കണം, എക്സ് ഇക്വൽ ടു എ സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റൻ്റെ പേര് എക്സ് ബൈ എ, അപ്പോൾ തീറ്റൻ്റെ പേര് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ ഈ ക്ലാസ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഏതെങ്കിലും പ്രോബ്ലത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഏത് സമയം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, കുഴപ്പമില്ല. വാട്സാപ്പിൽ ഇട്ടാൽ മതി. ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.